നവഗ്രഹങ്ങളും അവയുടെ സഞ്ചാരവും ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രപഞ്ചത്തിലെ 9 പ്രധാന ആകാശഗോളങ്ങളെയാണ് നവഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ സഞ്ചാരത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പറയാം. നവഗ്രഹങ്ങളും അവയുടെ സഞ്ചാര സമയവും. ഓരോ ഗ്രഹവും ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. സൂര്യൻ ഞായർ ഒരു രാശിയിൽ 1 മാസം സഞ്ചരിക്കുന്നു. 1 വർഷം കൊണ്ട് 12 രാശികളും പൂർത്തിയാക്കുന്നു. ചന്ദ്രൻ തിങ്കൾ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ഒരു രാശിയിൽ ഏകദേശം 54 മണിക്കൂർ മാത്രം. ചൊവ്വ ഒരു രാശിയിൽ ഏകദേശം 45 ദിവസം സഞ്ചരിക്കുന്നു. ബുധൻ ഒരു രാശിയിൽ ഏകദേശം 21 മുതൽ 27 ദിവസം വരെ സഞ്ചരിക്കുന്നു. വ്യാഴം ഒരു രാശിയിൽ 1 വർഷം സഞ്ചരിക്കുന്നു. ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റമാണിത്. ശുക്രൻ ഒരു രാശിയിൽ ഏകദേശം 28 ദിവസം സഞ്ചരിക്കുന്നു. ശനി ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ഒരു രാശിയിൽ 2.5 വർഷം എടുക്കുന്നു. രാഹു കേതു ഇവ നിഴൽ ഗ്രഹങ്ങളാണ്, ഛായാഗ്രഹങ്ങൾ. എപ്പോഴും വിപരീത ദിശയിലാണ് ഇവയുടെ സഞ്ചാരം. ഒരു രാശിയിൽ 1.5 വർഷം സഞ്ചരിക്കുന്നു. ഇനി സഞ്ചാരത്തിന്റെ പ്രാധാന്യം അറിയാം. ഗോചരഫലം ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോഴാണ്. ഉദാഹരണത്തിന് ശനിമാറ്റം, വ്യാഴമാറ്റം. മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് ജ്യോതിഷം വിശ്വസിക്കുന്നു. ദശാകാലങ്ങൾ ജന്മസമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനം അനുസരിച്ചാണ് ഒരാളുടെ ദശയും അപഹാരവും കണക്കാക്കുന്നത്. ഹിന്ദു രക്ഷാ